20 മണ്ഡലങ്ങളുടെ ഒരു പൊതു സ്വഭാവം എടുത്താൽ. അതെ, അല്ല 20 മണ്ഡലങ്ങളുടെയും പൊതു സ്വഭാവമാണല്ലോ ആദ്യം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്. കേരളത്തിൽ ഈ പറയുന്ന കണക്ക് ഇന്ത്യ മുന്നണി ഇല്ല എങ്കിലും ഫലത്തിൽ ഏത് മുന്നണി വിജയിച്ചു വന്നാലും അത് ഇന്ത്യ മുന്നണിക്കാണല്ലോ ഗുണകരമാവുക. ആ അർത്ഥത്തിൽ ഒറ്റക്കെട്ടായി കേരളത്തിലെ 20 സീറ്റും ഇപ്രാവശ്യം ഇന്ത്യ മുന്നണിക്ക് ഒപ്പം നിൽക്കും എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. തിരുവനന്തപുരത്തോ ആറ്റിങ്ങലിലോ തൃശ്ശൂരിലോ ഒന്നും തന്നെ BJP വിജയിക്കാനുള്ള സാധ്യതയില്ല. BJP ഇപ്രാവശ്യവും അക്കൗണ്ട് തുറക്കില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള സാഹചര്യമൊന്നും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് അടുത്ത ഘട്ടത്തിൽ നമുക്ക് ഓരോ മണ്ഡലമായി എടുത്തു വരാം. കൃത്യമായും 20 സീറ്റിൽ 20 സീറ്റും എൻ ബ്ലോക്കായിട്ട് ഇന്ത്യ മുന്നണിക്കൊപ്പമായിരിക്കും കേരളത്തിൽ നിന്ന് വിജയിച്ചു വരിക എന്നാണ് എൻ്റെ ടേക്ക്. എനിക്കത് തന്നെയാണ് പറയാനുള്ളത്. BJP വോട്ട് ഷെയർ കൂട്ടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇവിടെ ഒരു അക്കൗണ്ട് തുറക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിനപ്പുറം ഇവിടെ UDF-ഉം LDF-ഉം തമ്മിലുള്ള മത്സരത്തിൽ ഇവിടെ സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരം ശക്തമായി അത് പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ന്യൂനപക്ഷ വോട്ട് നേടാൻ വേണ്ടി ഇവിടെ LDF-ഉം UDF-ഉം തമ്മിലൊരു മത്സരം എന്ന രീതിയിലേക്ക് മാറുക തന്നെ ചെയ്തിരുന്നു. സമസ്ത എങ്ങോട്ട് പോകുന്നതെന്നടക്കമുള്ള ചർച്ചകളൊക്കെ നടന്നതാണ്. പക്ഷേ മുസ്ലിം ന്യൂനപക്ഷം ഈ തിരഞ്ഞെടുപ്പിൽ UDF-നൊപ്പം ഉറച്ചു നിൽക്കുന്നു. കേന്ദ്രത്തിൽ BJP-യെ പ്രതിരോധിക്കാൻ ശക്തമായി നിൽക്കുന്ന സംവിധാനം UDF ആണ്, കോൺഗ്രസ് ആണ് എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് വിലയിരുത്തൽ. ആ നിലയ്ക്ക് നോക്കുമ്പോൾ LDF-ഉം UDF-ഉം തമ്മിൽ തന്നെയാണ് മത്സരം. BJP വോട്ട് ഷെയർ കൂട്ടും എന്നതിലപ്പുറം മാക്സിമം ഒരു 5% കൂട്ടിയേക്കാം മാക്സിമം. അത്ര പക്ഷേ സീറ്റ് ഓപ്പൺ ചെയ്യില്ല. ഓപ്പൺ ചെയ്യും.